അഡ്വക്കേറ്റ് ബൽദേവിനെ പോലെ ഒരാളെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. കാരണം അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക്. ഉറങ്ങുന്ന ഒരാളെ നമുക്ക് വിളിച്ചുണർത്താം. ഉറക്കം നടിച്ചു കിടക്കുന്ന ഒരാളോ ഒരുപക്ഷെ ഈ വേദിയിൽ വെച്ച് പറയുന്ന ബൽദേവ് സാറിന്റെ മനസ്സ് ഇതിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടാവും. നോക്കൂ, അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ വാദഗതികൾ. ഒന്ന്, അദ്ദേഹം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആധാറിന്റെ ചോർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞു. ബൽദേവ് സാർ, ആധാറിന്റെ ചോർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിലെ നമ്മുടെ നരേന്ദ്രമോദിയുടെ വീട്ടിലെ ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ ബൽദേവ് സാർ, ഒരു സംശയവും വേണ്ട, അദ്ദേഹം രാജ്യദ്രോഹിയാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അത് അന്വേഷിച്ച കോടതിക്ക് പോലും അത് കണ്ടുകിട്ടുന്നില്ല. പക്ഷെ അതിനെ താങ്കൾ തുലനം ചെയ്യുമ്പോൾ താങ്കൾ മറച്ചു വെക്കുന്നത് അവിടെ ആരാണ് കൊണ്ടുപോയത് എന്ന്. അതിനെ ചോർത്താൻ കൽപ്പുള്ള അന്താരാഷ്ട്ര ശക്തികൾ അത് കൊള്ള ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ കേരളത്തിൽ അതല്ല സാർ ഉണ്ടായത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ ഡാറ്റ കൊള്ള ചെയ്യാൻ കൊടുത്തതിന്റെ പണം പറ്റുന്നത്. മകളുടെ പേരിൽ കമ്പനി ഉണ്ടാക്കി മകൾ ഇത് പണം പറ്റുന്നത് കേരളത്തിലെ നിങ്ങളെയും എന്നെയും വിൽക്കുന്നതിന് തുല്യമാണ്. ഇത് രണ്ടും താങ്കൾ തുലനപ്പെടുത്തരുത്. ഇനി രണ്ടാമത് താങ്കൾ പറഞ്ഞു മൈനിങ്ങും കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ കരുതിയിലുള്ളതാണ്. സാർ, നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായി ഇത് കൊള്ള ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് പൊതുമേഖലയിൽ മാത്രമേ ഈ കരിമണൽ ഖനനം ചെയ്യാൻ പാടുള്ളൂ നിയമം നടപ്പിലാക്കി. ബൽദേവ് സാർ, നെഞ്ചത്ത് കൈവച്ച് പറ, ഈ നിയമം നടപ്പിലാക്കേണ്ടത് ആരാണ്? അങ്ങനെയുള്ള നിയമത്തെ കൊള്ള ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൊള്ളക്കാരെ തിരിഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് അകത്താക്കേണ്ടത് ആരാണ്? അത് കേരള പോലീസ് അല്ലേ? താങ്കൾ പറഞ്ഞ മാതിരി ഒരു BJP നേതാവ്, അയാൾ BJPയിൽ എന്ത് ചുമതലയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ബൽദേവ് സാറിന്റെ കൂടെയാണ് സാർ. ആ രാജ്യദ്രോഹിയെ, ഈ പൊതുമുതൽ കൊള്ള ചെയ്യുന്നവനെ പിടിച്ച് ഉത്തരവാദിത്ത ബോധത്തോടെ ജയിലിൽ അടയ്ക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസുമല്ലേ? അവർ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അത് ചെയ്യാതിരിക്കാൻ കൊടുത്ത പണമാണോ ഈ പണം? അത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയത് കൊണ്ടാണോ നടപടിയെടുക്കാത്തത്? താങ്കളോട് ഞാൻ കൃത്യമായി ചോദിക്കും സാർ. അങ്ങനെ BJPക്കാരനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ. ബൽദേവ് സാറിനെ പോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്തരം ഒരു തൊഴിലാളി സംഘടനകളെ ഭരിക്കുന്ന വിവരമൊക്കെ അറിയാവുന്ന സാർ, നിങ്ങൾ ശബ്ദമുയർത്തേണ്ടത് അതിനല്ലേ? പകരം സാർ, ബൽദേവ് സാറിന് ഒരു കാര്യം അറിയാം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, ഈ നിയമങ്ങളെയൊക്കെ പാറ്റിൽ പറത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് അതിന് പങ്ക് കിട്ടുന്നുണ്ട്. ആ പങ്ക് കിട്ടുന്നത് മകളിലൂടെയാണ്. മകൾക്ക് ചെയ്യാത്ത ജോലിക്കാണ് കൂലി കിട്ടിയിരിക്കുന്നത്. മകൾ ചെയ്യാത്ത ജോലിക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്ത കൈക്കൂലിയാണ്, അഴിമതിയാണ് ഈ പണം. ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ സാർ. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു തമിഴ്നാട്ടിലേക്ക്, ഞാനത് ഇവിടെ പറയാഞ്ഞിട്ടാ. താങ്കൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. ഈ CMRLന്റെ കൂടെ ഒത്താശയോടെ അല്ലേ കേരള തീരത്തുള്ള കൊല്ലം പ്രദേശത്തുള്ള മൂല്യം മതിക്കാൻ പറ്റാത്ത അമൂല്യമായി കരിമണൽ തമിഴ്നാട്ടിലേക്ക് കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ CMRLും കേരള സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന് താങ്കൾ തുറന്ന് സമ്മതിക്കുമോ? അത് പരിരക്ഷിക്കേണ്ടത്, ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ടത് കേരള സർക്കാർ അല്ലേ? നിയമം ഉണ്ടാക്കലല്ലേ കേന്ദ്രത്തിന്റെ ജോലി? കേന്ദ്രം ആ നിയമം ഉണ്ടാക്കിയത് കാറ്റിൽ പറത്തുന്നത് മരുമകനും റവന്യൂ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുമല്ലേ? അതുകൊണ്ട് ബൽദേവ് സാറേ, നിങ്ങളുടെയും എന്റെയും മക്കളുടെ വരും തലമുറയുടെ ഭാവി ഓർത്ത് ഈ ചാനലുകൾ വന്ന് താങ്കൾ ഇത്തരത്തിൽ ന്യായീകരിക്കുമ്പോൾ എനിക്കറിയാം താങ്കളുടെ മനസ്സാക്ഷി അതിനോടൊപ്പമല്ല. കാരണം ഇത് കേരളത്തിന്റെ പൊതു സ്വത്താണ് സാർ, നമ്മുടെ തലമുറയ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് ഏതെങ്കിലും ഒരു BJP നേതാവിനോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൈക്കൂലി കൊടുക്കുന്നവനോ കൊള്ള ചെയ്യാനുള്ള പ്രവർത്തനത്തിന് പരോക്ഷമായെങ്കിലും ചാനലുകൾ വന്ന് ന്യായീകരിക്കുമ്പോൾ നമ്മൾ അവർക്കൊപ്പമല്ലേ നിൽക്കുന്നത്? പകരം BJPക്കാരോ മാർക്സിസ്റ്റുകാരോ ഒന്നും നോക്കാതെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കുഴൽനാടനെ പോലെ PVയിൽ നിന്നും KKയിൽ നിന്നും OCയിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ട് ഇതൊന്നുമില്ലാത്ത നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന പൊതുസമൂഹം മുന്നോട്ട് വരുമ്പോൾ ന്യായീകരിക്കരുതേ എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് സാറുള്ളത്. മനസാക്ഷിക്കൊത്ത് പ്രവർത്തിക്കാൻ നിങ്ങളെപ്പോലുള്ള തയ്യാറായാൽ കേരളത്തിലെ വരും തലമുറ രക്ഷപ്പെടും, സാമ്പത്തികമായി കേരളം രക്ഷപ്പെടും. മുഖ്യമന്ത്രിയുടെ ഈ അവിഹിതമായ സമ്പത്ത് നേടാനുള്ള ആർത്തി, മാർക്സിസത്തിനും കമ്മ്യൂണിസ്റ്റിനും നിരക്കാത്ത ഈ മോഹം അവസാനിപ്പിക്കാൻ താങ്കളെപ്പോലുള്ളവർ മുന്നോട്ട് വരുന്ന അഭ്യർത്ഥന കൂടിയാണ് സാർ എനിക്കുള്ളത്.